അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബിഗ് ബോസ് മലയാളം 8 അപ്പം അങ്ങനെ തുടങ്ങാൻ പോവുകയാണ്. ബിഗ് ബോസ് മലയാളം 8 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അടുത്ത മാസമാണ്, സെപ്റ്റംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് മലയാളത്തെക്കുറിച്ച്. ആർക്കും അറിയാത്തില്ലെന്ന് തോന്നുന്നു, എനിക്കിപ്പോൾ തോന്നുന്നു. എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് മലയാളം സെപ്റ്റംബർ തുടങ്ങാൻ പോവാണ്. അതിനു മുമ്പ് ബിഗ് ബോസിൻ്റെ വീഡിയോ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണെന്ന് തോന്നി. സീസൺ 8ൻ്റെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണെന്ന് എനിക്ക് തോന്നിയത് തോന്നി ഏതോ ഒന്ന് ചെയ്തോന്നൊരു ഡൗട്ടുണ്ട്. എന്നാലും ഫസ്റ്റ് വീഡിയോ ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ ബിഗ് ബോസ് മലയാളം 8 തുടങ്ങുകയാണ്. അപ്പം അതിനു മുമ്പ് ഈ കോമണേഴ്സിനെ കണ്ടുപിടിക്കാനുള്ള അഗ്നിപരീക്ഷ സംഭവം തുടങ്ങുകയാണ്. ഓഗസ്റ്റ് 15. ഇന്ന് 10 ഇനി ഒരു 5 ദിവസം കൂടെ കഴിഞ്ഞാൽ അഗ്നിപരീക്ഷ തുടങ്ങുകയാണ്. ചിലപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വേറെ ദിവസമായിരിക്കും കേട്ടോ, ഈ ദിവസം കണക്ക് കൂട്ടണ്ട. എന്തായാലും ഓഗസ്റ്റ് 15 നമ്മുടെ ബിഗ് ബോസ് മലയാളം 8ൻ്റെ അഗ്നിപരീക്ഷ എന്ന തുടങ്ങുകയാണ്. അതായത് കോമണറിനെ കണ്ടുപിടിക്കാനുള്ള അഗ്നിപരീക്ഷ തുടങ്ങുകയാണ്. അറിയാൻ കഴിഞ്ഞ 40 പേരുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അഗ്നിപരീക്ഷയിൽ 40 പേരുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഓൾ ദി ബെസ്റ്റ് എല്ലാ കണ്ടസ്റ്റൻസിനും എൻ്റെ വക ഓൾ ദി ബെസ്റ്റ്. അതിൽ നമ്മുടെ ജഡ്ജസ് ആയിട്ട് വന്നിരിക്കുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നിയാസ് അല്ല, റിയാസ്, അഖിൽ മാരാരാണ്, രഞ്ജിനി ഹരിദാസാണ് ജഡ്ജസായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും 3 പേര് നല്ല ജഡ്ജസാണ്. അതിൽ പ്രശ്നമില്ല, 3 പേര് നല്ല ജഡ്ജസാണ്. എന്നാലും കുഴപ്പമില്ല, അടിപൊളിക്കും. എനിക്ക് തോന്നുന്നു എങ്ങനത്തെ ടാസ്ക് ആണോ എന്നൊന്നും അറിയത്തില്ല. എനിക്കൊന്നും ഒരു പ്രമോല് കാണിക്കുന്നുണ്ട്. ആരും പറയുന്നതായിട്ട് ഞാൻ കേട്ടാന്ന് തോന്നുന്നത്, മറ്റേ ബിഗ് ബോസിൽ കൊടുക്കുന്ന ടാസ്കുകളൊക്കെ ആ രീതിയിലുള്ള ടാസ്കുകളൊക്കെ ആണെന്നാണ് പറയുന്നത്. അറിയത്തില്ല എങ്ങനത്തെ ഉള്ളതാണെന്നും. എന്തായാലും ടഫ് വേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. നോർമലായിട്ടുള്ളതായിരിക്കും മതി. എന്ന് വെച്ചാൽ ഞാനൊക്കെ എന്തെങ്കിലും പോകുന്ന സമയത്താണെങ്കിൽ ടഫൊക്കെ വന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ നോർമലായിട്ടുള്ളതൊക്കെ മതി. തന്നെ കോമണറല്ലേ, കോമണറാകുമ്പം നോർമലായിട്ടുള്ള സാധാ ഉള്ള രീതിയിൽ ചെയ്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അത്ര ടഫായിട്ടൊക്കെ ചെയ്തിട്ട് വലിയ പരീക്ഷയൊന്നും അല്ലല്ലോ, എൻട്രൻസ് എക്സാം ഒന്നും അല്ലല്ലോ. എങ്കിൽ നോർമലായിട്ടുള്ള ചെയ്താൽ മതി. അതിന് നല്ല ബുദ്ധിശക്തിയും എന്താ പറയുക, ബുദ്ധിശക്തി ഒന്നും നോക്കിയിട്ട് കാര്യം. ഇത് കോമണറെ ഇതല്ലേ. കോമണർ ആകുമ്പം തീർച്ചയായിട്ടും നോർമലായിട്ടുള്ള സാധാരണ ആൾക്കാരെ തിരഞ്ഞെടുത്താൽ മതി. അല്ലാതെ വലിയ ബുദ്ധിശക്തി വേണം, വലിയ കായിക ബലം വേണം, അങ്ങനൊന്നുമില്ല. ആൾക്കാർ കോമൺ ആയിട്ട് ഇരുന്നാൽ മതി. അവരുടെ പോരായ്മകളും അവരുടെ നല്ല കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുത്തിട്ട് ചെയ്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് തന്നെ നമുക്ക് ബിഗ് ബോസ് മലയാളത്തിൻ്റെ അഗ്നിപരീക്ഷ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ തുടങ്ങുന്നതിൻ്റെ സെപ്റ്റംബർ 10 എങ്ങാണ്ടാണെന്ന് തോന്നുന്നില്ല, 10 8 ബിഗ് ബോസ് തുടങ്ങുന്ന ഒരു ദിവസം മുന്നേ വരെ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊരു 40 പേരുണ്ട്. ഇവരെല്ലാം എലിമിനേറ്റ് ചെയ്ത് വേണം നമുക്ക് ഫൈനലിലോട്ട് വരാം. എനിക്കൊന്ന് 1 2 ചിലപ്പോൾ എൻ്റെ ഒരു 4 5 പേര് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ അഗ്നിപരീക്ഷ ആയതുകൊണ്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് വരെയൊക്കെ കാണുമായിരിക്കാം. കണ്ടസ്റ്റൻസ് കാണുമായിരിക്കും. എനിക്കൊന്ന് ഇഷ്ടംപോലെ കോമണർ വരട്ടെ എന്നാണ്. എനിക്കൊരു 10 15 കോമണർ വന്നോട്ടെ. കുറച്ച് സെലിബ്രേറ്റ് മതി. ഒരു 10 കോമണറും ബാക്കി സെലിബ്രിറ്റിയും മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ കോമണറായിട്ട് പോകാൻ നോക്കി പറ്റിയില്ല. എന്തായാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ട് വരട്ടെ. എന്തായാലും രജനി ഹരിദാസും റിയാസും നമ്മുടെ അഖിലമാരാരുമാണ്. അവർ ഓരോ ഡയലോഗൊക്കെ പ്രമോല് വന്ന് പറയുന്നുണ്ട്. ഞാൻ മറന്നുപോയി പറയാൻ സത്യം പറഞ്ഞാൽ. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും അഗ്നിപരീക്ഷ 15 തുടങ്ങുകയാണ്. എല്ലാ ദിവസവും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും. എനിക്ക് ഇവിടെ കിട്ടുമോയെന്ന് അറിയത്തില്ല. എങ്കിലും ഇനി കാണുന്ന മുറ അനുസരിച്ച് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് ഇതിൻ്റെ അപ്ഡേറ്റ് തരുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തായാലും അത് നല്ല രീതിയിൽ പോലെ ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ ബിഗ് ബോസ് വന്നു ഇല്ലേ. പെട്ടെന്ന് കഴിഞ്ഞ 2-3 മാസം മുമ്പ് തീർന്നിട്ട് വിട്ടാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് തീർച്ചയായിട്ടും അഗ്നിപരീക്ഷ വരുമ്പം നല്ലൊരു കോമണറെ 3 4 5 പേരെ എടുക്കട്ടെ. കോമണറെ എടുത്തിട്ട് നല്ല ആൾക്കാരെ എടുക്കട്ടെ എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ലപോലെ കളിക്കുക. കോമണറായിട്ട് അഗ്നിപരീക്ഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും 40 പേർക്ക് ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു ആളിനെ തന്നെ ബിഗ് ബോസ് ഫാനലിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തും സബ്സ്ക്രൈബ് ചെയ്യുക. വാച്ച് അവർ കിട്ടിത്തരാം കേട്ടോ. ഇത് കണ്ടിട്ട് 10 പ്രാവശ്യമെങ്കിലും ആൾക്കാരൊക്കെ കൊടുത്ത് എൻ്റെ വാച്ച് അവറും കൂട്ടിത്തരുക എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ, സി യു. ഇനി അടുത്ത വീഡിയോ കാണാം. ടാറ്റ.